അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നു. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. സഞ്ചാരി UAE ചാപ്റ്ററിൻ്റെ GPS ചാലഞ്ചിലാണ് ഞാനുള്ളത്. GPS ചാലഞ്ച് ഏകദേശം 4 കൊല്ലം മുമ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ സീസൺ 3 ആണ്. കുറച്ച് ഡെസ്റ്റിനേഷൻ നമുക്ക് തരും. ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ചുരുങ്ങിയ കിലോമീറ്റർ കൊണ്ട് എത്തിപ്പെട്ടാൽ, അതായത് കുറേ സ്പോട്ട്സ് ഉണ്ടാവും. ആ സ്പോട്ടിലൊക്കെ നമ്മൾ പോയി നിന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയ അപ്പോൾ ഒരു ടീമിൽ 3 വണ്ടി. ഇതിൽ ചുരുങ്ങിയ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്ന ആ ടീമിനായിരിക്കും ഇതിൻ്റെ GPS ചാലഞ്ച് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. ഏകദേശം 60ഓളം വണ്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഈ മഴ കാരണം, ലാസ്റ്റ് വീക്ക് വന്ന മഴ കാരണം കുറേ വണ്ടികൾ അവിടെ ഇവിടെ ഇട്ട് കട്ടപ്പുറത്തായി, കുറേ വണ്ടികൾ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 30-35 വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. വണ്ടി റീഡിങ് എടുക്കുന്ന നമ്മൾ ആരിസ് ഭായും പിന്നെ ഷെരീൻ ബ്രോ. പുലിയാണ്. ഇത് 3rd സീസൺ അല്ലേ? ഏറ്റവും കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു ഈ സീസണോ അല്ല മുമ്പത്തെ സീസണിലുണ്ടായിരുന്നു? അതെ. അതുപോലെ ഇന്നലെ അവർ പോയി ട്രാക്കൊക്കെ നോക്കി സെറ്റാണ്. അപ്പോ ഞാൻ ഈ ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് സജിനേട്ടനെയും ക്ഷണിക്കുന്നു. നമ്മൾ ഇന്നലെ ട്രയലിൽ പോയപ്പോ കുറെ വഴികളൊക്കെ കുറച്ച് ഡേഞ്ചറാണ് ആക്ച്വലി. അപ്പൊ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ പാസഞ്ചേഴ്സിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇറങ്ങി നോക്കാൻ തന്നെ പറയണം. എന്നിട്ട് തന്നെ വണ്ടി എടുക്കണം. അതല്ല വന്നിട്ടിരുന്നിട്ട് ചിലപ്പോൾ എല്ലാം കാണാൻ പറ്റില്ല. പലർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമാണ്. എന്താ പറയുന്നു, പോകുന്നില്ല? ഇല്ല, പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കോർഡിനേറ്റ് മാച്ച് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ കിലോമീറ്ററിൽ ഈ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്ത് വരുന്ന ടീമാണ് വിന്നർ. ഓക്കെ. അപ്പോൾ ഓരോ ലൊക്കേഷനിലും ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഇന്നലെ പോയിട്ട് വെരിഫൈ ചെയ്താണ് വണ്ടികൾക്ക് പോകാൻ പറ്റും. സാധാരണ 2 വണ്ടിയും പോയതാണ് നമ്മൾ പോയത്. ഈ കോർഡിനേറ്റ്സ് ഒന്നും ഓർഡറിലല്ല, പല കോർഡിനേറ്റ്സ് പല സ്ഥലങ്ങളിലാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ നോക്കിയിട്ട് പോവാം. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ 1 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും കപ്പ് മാറുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ടീം പ്ലാനിങ്ങിന്റെ അനുസരിച്ചിട്ടാണ്. അതിന് ഒരു ടീമിന് 3 വാഹനങ്ങളുടെയും ഇല്ലെങ്കിൽ എത്ര വണ്ടികളുടെയും ടോട്ടൽ കിലോമീറ്റേഴ്സിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള എല്ലാ കിലോമീറ്റേഴ്സിന്റെയും എല്ലാ വണ്ടികളുടെയും കിലോമീറ്റേഴ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. GPS ചാലഞ്ചിൽ നമ്മുടെ ടീം റൂട്ട് റേഞ്ചേഴ്സ്. ഇതാണ് വണ്ടി, 3 വണ്ടികൾ. റെഡിയല്ലേ? എല്ലാം നോക്കി റെഡി. ഇതാണ് ലൊക്കേഷൻസ് അല്ലേ? കാര്യമായിട്ടുള്ള ചർച്ച. നമ്മൾ ഇപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള എങ്ങനെയാണ് എളുപ്പമായി നോക്കുന്നത് അല്ലേ? നമുക്ക് ആക്ച്വലി 1 മണിക്ക് ഫുഡിന് എത്തണം. ഞങ്ങൾ അങ്ങനെ അന്തിമ ചർച്ചയിലൂടെ ലാസ്റ്റ് ലൊക്കേഷൻ ഫസ്റ്റ് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ദൂരം കൂടി 1.5 മണിക്കൂർ ഇവിടുന്നുണ്ട്. 1.5 മണിക്കൂർ നമ്മൾ ദൂരെയുള്ള ഫുജൈറിലുള്ള ലൊക്കേഷനാണ്. അവിടെ പോയിട്ട് അവിടെ നമ്മൾ തിരിച്ചു വരും. കാരണം ഇപ്പോൾ 9:30 മണി ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തും. ഡിറ്റോ കാര്യമായിട്ട് തല പുകയ്ക്കുന്നുണ്ട്. മരം കാണുന്നോടല്ലേ നമ്മള് ഈ അവസാനം മരം കിട്ടിയില്ലേ നമുക്ക് പറിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. മരത്തിന്റെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തങ്ങ് ഇടണം. എന്നിട്ട്
വഴിയുണ്ടോ ഇല്ലേ എങ്ങനെയാണ് ഇത് ഒന്നൊന്നര ഓഫ് റോഡ് അതാണ് കാണുന്നുണ്ട്. ഇതല്ലല്ലേ നമ്മള് ഉദ്ദേശിച്ച മരം. എല്ലാരും ഓക്കെ അല്ലേ? വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട്, നമ്മളെ ടീം വരുന്നുണ്ട്. പോരട്ടെ. ഇതായിരുന്നു നമ്മൾ വന്ന വഴി അല്ലേ? വന്ന വഴി മറക്കാൻ പാടില്ല. നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ് കേട്ടോ. നമ്മള് ഇപ്പൊ ഓഫ് റോഡ് എത്ര സമയം? ഏകദേശം അരമണിക്കൂറുണ്ടാവും. അരമണിക്കൂറോളം ഉണ്ട് അല്ലേ? നമ്മളെ മെയിൻ റോഡിൽ കയറിയതാ ഓഫ് റോഡ്. നല്ല ഹാർഡായിട്ടുള്ള ഓഫ് റോഡാണ്. അതെ, നമ്മുടെ സക്കീർ ഭായിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു, ഓഫ് റോഡ് പോകുന്നില്ല എന്നുള്ള. സങ്കടം എല്ലാം മാറ്റിയിരിക്കുകയാണ്. സക്കീർ ഭായി ഹാപ്പിയാണ്. മോനെ അപ്പൊ വിളിക്കുന്നത് നിങ്ങളുടെ കണ്ണ് ആടി മാറ്റി വെച്ചിട്ട് നോക്കുന്നത്. ആണോ? എത്താറായോ? എത്താറായെന്നല്ല, ഇതാണ് സംഭവം. അത് മതി. എത്താറായി. ടെമ്പിൾ ആണോ? കൊലാപ്സ് ടെമ്പിൾ ആണോ? നോക്ക്. അതാണോ? അതാ അവിടെ കാണുന്നുണ്ട്. ശരി. ഉറപ്പിക്കാമോ? അവിടെ നമ്മളെ സ്പോട്ട് ഉറപ്പിക്കാൻ വേണ്ടി രണ്ടാൾ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഇതന്നെ ആയിരിക്കും അല്ലേ? ഈ മരമാണോ ആ മരം, അതായത് ഫോട്ടോയിൽ കാണുന്ന മരമാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾ തേടിയുള്ള നെട്ടോട്ടമാണ് എല്ലാവരും ഓടുന്നത്. ഇത് ഇച്ചിരി വരണം. അവിടെ അല്ല, ഇത് ഇത്രയും ഇറക്കി ഇതല്ല. കറക്റ്റാ. അപ്പൊ നമ്മ ഇപ്പൊ ഫോട്ടോ ഇടുന്നു വേണ്ട. നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏറ്റവും ദൂരെയുള്ള ലോണ്ട്രി ലൊക്കേഷനിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ലോണ്ട്രീൻ്റെ ആ ഫോട്ടോയിൽ കാണുന്ന അതേ സെയിം ഡിറ്റോ കോപ്പി അതേ സ്പോട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. വണ്ടികൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടികൾ നിർത്തി വെച്ചിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കേണ്ടത്. ഫസ്റ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തു. ഇനി നമ്മളിവിടെ മരത്തിൻ്റെ അവിടെ ചുവട്ടിൽ നിന്നിട്ട് ലോൺ ട്രെയിനിൻ്റെ എതിരിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇല്ലാന്ന് പറഞ്ഞത് ഡിപ്പിന് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എത്തി പോകുന്നുണ്ട്. ഇവിടെ ലൊക്കേഷൻ അവിടെ ഇല്ല. അവർ പറ്റിപ്പ നമ്പർ പറ്റിപ്പ അവിടെ ഒന്നുമില്ല. ഇത് ഈ മലയിലോട്ട് ഈ ഒരൊറ്റ സാധനവും. ഡൂവിന്റെ ടവർ ഉണ്ട്. ഡൂവിന്റെ ടവർ അടുത്ത ടീം വരുന്നുണ്ട്. ട്രാഫിക് ഉണ്ട്, സൂക്ഷിച്ചു വരുക. തെറ്റാണ്. വെറുതെ പോകണ്ടാട്ടോ. അവരെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഒന്നുമില്ല, ഒന്നും കണ്ടില്ല. നാല് ഇല്ലില്ല. എത്ര ലൊക്കേഷൻ കവർ ചെയ്തു? ഞങ്ങൾ നാലിലോ പെട്ടെന്ന് പോയിട്ടോ. അവിടെ ഒന്നുമില്ല. അവര് വെറുതെ കോമേഴ്സ് തെറ്റിക്കുന്നിരിക്കുന്ന. നിങ്ങളത് ഒന്നുകൂടെ അടിച്ചു നോക്കിയേ. അടിച്ചു നോക്കി. നല്ല കേറ്റാണ്. സാരഥി സക്കീർ ആയതുകൊണ്ട് പുള്ളി പോളിടെക്നിക് അല്ല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം ശരിക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് പോയി വരുന്നു. ഞങ്ങൾ എത്തിയതാ റിച്വൽ സ്റ്റോൺ. ഇതാണ് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എടുത്ത സെക്കൻഡ് ലൊക്കേഷൻ. ഞങ്ങളിതാ റിച്വൽ സ്റ്റോണിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ എത്തിയ ഒരു സന്തോഷത്തോടാണ് എല്ലാവരും. അപ്പോൾ ഇനി അടുത്ത പ്ലാനാണ്. അടുത്ത നമുക്ക് കുറച്ച് സ്പോട്ടും കൂടി കവർ ചെയ്യാനുണ്ട്. ഫുഡ് മേടിക്കുന്ന ഫസ്റ്റ് ടീം, ആദ്യത്തെ ടീം. ഫുഡിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് അടിച്ച്. ബിരിയാണി കിട്ടിയ സന്തോഷം. നല്ല മണം അല്ലേ?
പൊരിച്ച കോയിന്റെ മണം. അത് ഇവിടുന്നാണ് പൊരിച്ച കോയിന്റെ മണം. കിടിലൻ ഫുഡാണെന്നേ. പക്ഷെ ആദ്യമായിട്ട് ഞങ്ങള് 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഞങ്ങളെ കാണാവുന്ന ആൾക്കാർ നിങ്ങളാണ് ഫസ്റ്റ് ഭക്ഷണം. ഇതൊക്കെ പറഞ്ഞാണെങ്കിൽ പൊരിച്ച കോയിന്റെ മണ അല്ലേ, ചുട്ട കോയിന്റെ മണ തന്നെ. ഫ്രീക്വൻസി കിട്ടി. ഇതാ ഷക്കീർ ഭായി, പൊരിച്ച കോഴിയാ അല്ലെ ചുട്ട കോഴിയാ? ജീറോ ലെഫ്റ്റ്, അങ്ങോട്ടല്ല. ഓക്കെ സെറ്റ് അവരെത്തി. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ, ഓഫ് റോഡ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി വരാൻ പറ്റിയ സ്ഥലം. കുറച്ച് അറബികൾ വന്ന് ഇവിടെ ക്യാമ്പ് അടിച്ചിട്ട് ചെമ്പിലെന്താ വേവിക്കുന്നുണ്ട്. ബിരിയാണിയാണോ മന്തിയാണോ അറിയില്ല. അത് കാണുമ്പോൾ ഒരു വിശപ്പ് തുടങ്ങിയ പോലെ. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു 4 വീലർ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കിഡിൽ ലൊക്കേഷൻസ് പല ഭാഗത്തും ഉണ്ട്. ഈ ലൊക്കേഷൻ ആവശ്യമുള്ളവർ കമൻ്റ് അടിക്കുക. കമൻ്റ് അടിച്ചാൽ ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. തകർന്നടിഞ്ഞ പാലമാണല്ലോ കാണുന്നത്. ഇനി ഞങ്ങൾ എന്തു ചെയ്യും മല്ലയ്യ? എന്നിരുന്നാലും നമ്മളെ ഈ സഞ്ചാരി UAE ടീമിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. നട്ടം തിരിഞ്ഞത് ഇത് കാണാൻ വേണ്ടല്ലേ? മൗണ്ട് ഒരു പഴയ ടാങ്ക് കാണാൻ വേണ്ടി നട്ടം തിരിഞ്ഞ് വന്നല്ലേ ഈ വെയിലത്ത്. GPS ചാലഞ്ച് മുമ്പ് വരാത്തതിലുള്ള ദുഃഖമാണ് എനിക്കുള്ളത്. കാരണം ഇതുപോലുള്ള അടിപൊളി എക്സ്പീരിയൻസ് ജീവിതത്തിൽ കിട്ടാനില്ല. ഷക്കീർ ഭായി, ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വക്കാൻ വില്ലേജ് ആണോ അതേപോലെ നമ്മളെ ഇന്നത്തെ ഈ GPS ചാലഞ്ച് ആണോ? ഒമാൻ അല്ലേ? ഒമാൻ്റെ ട്രിപ്പ് ഉണ്ട്. പറപ്പിച്ച് വിട് പാപ്പാ. സൂപ്പർ അടിപൊളി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടായ ഐലാൻഡിലേക്ക്. വെള്ളത്തിൻ്റെ നിറമുണ്ടല്ലേ. ഞാൻ UAE ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളറുള്ള ഒരു വെള്ളം കാണുന്നത്. ഇവിടെ സ്വിമ്മിങ് ചെയ്യാൻ പാടില്ല, കുളിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബോർഡുണ്ട്. പിന്നെ ഇത് കണ്ടാലുണ്ടല്ലേ ആർക്കും തോന്നും ഒന്ന് ഇറങ്ങി കുളിക്കാൻ വേണ്ടി. അടിപൊളി സ്ഥലം. വെള്ളത്തിൻ്റെ കളർ തിളങ്ങുന്നുണ്ട്, കണ്ടിട്ട് കൊതിയാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. UAE ഞാൻ ആദ്യമായിട്ട് ഇത്ര ഒരു എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള, അത് എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു കളർ. അടിപൊളി കളർ. അങ്ങനെ ഞാൻ ഇതുവരെ യാത്ര ചെയ്ത ജീപ്പിൽ നിന്ന് മാറി ഇപ്പം ഞാൻ ലാൻഡ് ക്രൂസറിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പുതിയ മോഡൽ ലാൻഡ് ക്രൂസർ. ഒട്ടകങ്ങൾ വരിയായിട്ട് നിരയായിട്ടുള്ള കാരക്കമരങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണാത്തത്. ഏത് വണ്ടിയിലിരുന്നാലും പൊളി വൈബാണ്. കാണാനില്ല നമ്മളെ ടീം എന്ന് പറഞ്ഞാൽ സൂപ്പർ ടോപ്പ് പൊളി ടീമാണ്. ഇനി അങ്ങോട്ടുള്ള വഴികളാണ് ഏറ്റവും ദുഷ്കടം പിടിച്ച വളരെ ബുദ്ധിമുട്ടുള്ള വഴികൾ. നമ്മളിപ്പോൾ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ LCനെ നല്ല സുരക്ഷിതമായിട്ട് ഒരു പോരലേൽക്കാത്ത അപ്പുറം എത്തിക്കണം നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ. കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും 1 or 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച ആളാണ് സുരേഷ്. വൈകൾ ഇനി എത്ര ഹാർഡായാലും നമ്മളെ കൂടെ ഇനി അവസാനം വരെ നിൽക്കുന്നതാണ് ഉറപ്പിലാണ് ഇദ്ദേഹം ഉള്ളത്.
നമ്മൾ ഓഫ് റോഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചില റോഡുകൾ കിട്ടും. ആ കിട്ടുമ്പോഴാണ് നമ്മൾ സുരേഷ് ചേട്ടന് ഒരു ആശ്വാസം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. കാര്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇവർ, അല്ലേ? ഒരു എത്രയും പെട്ടെന്ന് എങ്ങനെ എത്താൻ പറ്റുമെന്ന് പറപ്പിക്കാൻ പോവാണോ? ആരായാലും ഇതുപോലുള്ളൊരു വണ്ടി ഇങ്ങനത്തെ ഓഫ് റോഡിൽ എന്തായിട്ടും നമ്മളെ കൂടെ നിൽക്കില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ നമുക്ക് വേണ്ടി, നമുക്ക് ടീമിന് വേണ്ടി ഇത് എന്ത് വരുന്നവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂടെ നിന്നത്. ഇപ്പം അവർ പോയ വഴി അവിടെ വഴിയില്ല, പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തിരിച്ച് റിവേഴ്സ് എടുക്കുകയാണ്. ഇതാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞതാ. ഒരു വഴി തെറ്റിയ ഇതാണ്. വളരെ ഓടിക്കാൻ മതി. നമ്മളെ ടീം പൊളിയാണ് കേട്ടോ. എന്താ കല്ലൊക്കെ പറക്കി ഏത് സെറ്റപ്പാണ് ഇത്. 1-1.5 ടീമാണ് അല്ലേ? അതാണ് വണ്ടിന്റെ സേഫ്റ്റി. ഇല്ല, അത് കുഴപ്പമില്ല. വരുന്ന വഴിക്ക് നമ്മളെ ഈ ലാൻഡ് ക്രൂസറിൻ്റെ ഇതിലുള്ള ഒരു അറബി വന്നു. ഇവിടുത്തെ താമസിക്കുന്നവർ തന്നെ. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് പറഞ്ഞു തൂഫാനാവും, ഈ വണ്ടിയൊക്കെ തൂഫാനായി പോകുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റോഡ് കാണുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. എന്താ കുയിന്ന് പറഞ്ഞാൽ ഇത് നികത്താൻ കുറേ പണിയുണ്ടല്ലോ നമുക്ക്. ഇത് കല്ല് കുറേ ഇടേണ്ടി വരും നമുക്ക്. നമ്മൾ 3 വണ്ടികളിൽ ഏറ്റവും ചാലഞ്ച് ആയിട്ടുള്ള വണ്ടിയാണ് ഇത് ലാൻഡ് ക്രൂസർ. കാരണം ഇതിൻ്റെ ബമ്പറൊക്കെ താഴെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇറക്കങ്ങളിൽ ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ആകെ പൊട്ടി പാലിസാവും. അപ്പോൾ നമ്മൾ ഫജീറുണ്ട്. ഫജീറ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ജീപ്പ് ആണെങ്കിലും ഓക്കെ. എന്താ നമ്മളെ ടീം പൊളിയാണ്. എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷക്കീർ ഭായ്, GPS ചാലഞ്ച് ശരിക്കും ഒരു ചാലഞ്ച് ആയിപ്പോയി അല്ലേ? സൂപ്പർ ചാലഞ്ച്. ഇതാണ് ചാലഞ്ച്. ഈ ലാൻഡ് ക്രൂസറിനാണ് നമുക്ക് അതിനെ കൊണ്ടുപോകാനാണ് ഒരു ചാലഞ്ച്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷമുള്ള വാദി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വാദി എക്സ്പീരിയൻസ് നല്ല എൻജോയ് ചെയ്തു. ടാസ്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഒരു GPS ഒരു ചലഞ്ച് തന്നെയായിരുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിന്റെ അപ്പനാണ്. അതിലപ്പുറം ഒന്നും പറയാനില്ല. അതാണ് ഓഫ് റോഡ് ചലഞ്ച്.
ബട്ടൺ ഇതാണ് GPS ചലഞ്ച്. ഇതാണ് ചലഞ്ച്. നല്ലൊരു ചലഞ്ച് ആയിരുന്നു. അല്ലേ? Of course. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ കോർ ടീം. Core team, yes. അവസാനത്തെ ലൊക്കേഷനിൽ എത്തിയല്ലേ? മലര വി ഡിഡ് ഇറ്റ്. യാ, അങ്ങനെ ഞങ്ങളെ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാ മലേറിയ എന്ന് എഴുതിയിട്ടുള്ള ഇവിടെ ഒരു ഹൗസാണ്, ഒരു ലൊക്കേഷനാണ്. അപ്പോൾ പെട്ടെന്ന് പോയാൽ നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പുറത്ത് ചാടാമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഷക്കീർ ഭായി, വി ഡിഡ് ഇറ്റ്. നമ്മൾ ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് ടാസ്ക് കംപ്ലീറ്റ്. അങ്ങനെ ഞങ്ങൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. മലേറിയ ഒന്നും കൂടി കാണിക്കട്ടെ. നമ്മൾ ഈ യാത്രയിലെ ഇന്നത്തെ ചാലഞ്ചിന് അവസാനത്തെ വാദ്യം ഒന്ന് പ്രതീക്ഷിക്കുന്നല്ലേ? തുടങ്ങിയിട്ട് 10-15 വാദി കഴിഞ്ഞു. അതാ റോഡ് കിട്ടി. റോഡ് പൊളി 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 പൊളി. കുറേ നേരത്തിന് ശേഷം റോഡ് മരുപ്പച്ച